ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 ഹെയർ ക്ലിപ്സിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒരേ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഫ്രോക്കിൻ്റെ ടെയിലാണ്, അതായത് ഫ്രോക്കിൻ്റെ പുറകിൽ ഇങ്ങനെ കെട്ടിവെക്കുന്ന വള്ളിയിൽ അതാണ്. അപ്പോൾ മോളുടെ ഒരു പുതിയ ഫ്രോക്ക് ഉണ്ടായിരുന്നു, അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുമായിരുന്നു. പിന്നെ നല്ലൊരു കളറാണ്, നല്ലൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് ഹെയർ എക്സസറീസ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഞാൻ ആദ്യം രണ്ടായിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് സൂചി നൂല് ഉപയോഗിച്ച് തയ്ച്ചെടുക്കണം അതിൻ്റെ നടുഭാഗത്തായിട്ട്. എന്നിട്ട് രണ്ടായിട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തയ്ച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്കൊന്ന് ഇത് ചുറ്റി പിടിച്ച് നൂല് വെച്ച് കെട്ടിയും കൊടുക്കാം. ഞാൻ നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് സൂചി നൂല് വെച്ച് തയ്ച്ചും കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുഞ്ഞൊരു ഡെക്കറേഷനും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് റെഡി ആയി കഴിഞ്ഞു. നല്ല രസമാണ് കാണാനായിട്ട്. മാത്രമല്ല ഈ ഒരു കളറും പിന്നെ ആ ഒരു മെറ്റീരിയലിനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ സിമ്പിളാണ് ഈ ഒരു ഹെയർ ക്ലിപ്പ് എന്ന് പറയുന്നത്. അധികം സമയമൊന്നും വേണ്ട ചെയ്തെടുക്കാൻ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഭംഗി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഈ വള്ളി പോലെ കിടക്കുന്ന ഈ ഭാഗം ഇതുപോലെ ഒന്ന് ചരിച്ചിങ്ങനെ ക്രോസിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായില്ലേ. ഇനി ഇതൊരു അലിഗേറ്റർ ക്ലിപ്പിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോയിലും അറ്റാച്ച് ചെയ്യുന്നതാണ്. ഇനി ഞാൻ ബീഡ്സോ സ്റ്റോണോ എന്തെങ്കിലും കൊണ്ട് അലങ്കരിക്കാമെന്ന് വെച്ചിട്ട് സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗോൾഡ് കളറിൽ സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്. ഗ്ലൂ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഫെവി ബോണ്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഗ്ലൂ B7000 B6000 അങ്ങനെയുള്ള ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ഇതാണ് ഉപയോഗിച്ചത്. അപ്പം നന്നായിട്ട് ഇത് ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ക്ലിപ്പ് എന്ന് പറയുന്നത് അതേ മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഒരു ഫ്രോക്കിൽ 2 ഭാഗത്തും വള്ളി ഉണ്ടാവില്ല, അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമതും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളിത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. അത് അതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു കുഞ്ഞു ഡെക്കറേഷൻ അലിഗേറ്റർ ക്ലിപ്പിൽ സെറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം സിമ്പിളായിട്ടാണ് 2 ക്ലിപ്സും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ ക്ലിപ്പും വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അലിഗേറ്റർ ക്ലിപ്പിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു കോപ്പർ കളറിലെ പോളൻസ് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേസിൻ്റെ ഒരു കുഞ്ഞ് ഫ്ലവറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കുഞ്ഞു ഒരു റിബൺ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു റോസും കൂടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ എടുത്ത സ്റ്റോൺ ചെയിൻ മാത്രം ഒട്ടിച്ചു കൊടുത്താലും മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബീഡ്സ് വെച്ച് കൊടുത്താലും മതി. നല്ല ഭംഗിയായിരിക്കും, ഒരു റിച്ച് ലുക്കുമാണ്. കാരണം ആ ഒരു മെറ്റീരിയൽ അങ്ങനത്തെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട. പിന്നെ ഞാനൊരു ഭംഗിക്ക് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ ഏത് ക്ലിപ്പാണ് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 2 ക്ലിപ്സിലും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള മെറ്റീരിയലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.